ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. രോഹിത്തിനെ ഇനിയും കൂടെ നിർത്തണോ അതോ തള്ളിക്കളയാനുള്ള സമയമായോ എന്ന് സുസ്മിത ഉപേന്ദ്രനോട് പറയുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നു, എന്തായാലും ACPയും കൂടി വരട്ടെ. ഈ സമയത്ത് തന്നെ ചന്ദ്രബോസ് അവിടെ എത്തുന്നുണ്ട്. എന്തായാലും 100 ആയുസുണ്ട്, നമ്മൾ ആലോചിച്ച നിമിഷം തന്നെ എത്തിയല്ലോ. എത്തും, ഓരോ തലയിലും 10 വർഷത്തിന്റെ ആയുർദൈർഘ്യമാണ് എന്ന് സുസ്മിത ചന്ദ്രബോസിനെ പറ്റി പറയുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാലനെ തോൽപ്പിക്കുന്നവൻ, കാലഭൈരവൻ. എന്റെ പൊന്നുമോളെ, ഞാൻ ഇവിടേക്ക് അങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ എന്ന് ചന്ദ്രബോസ്. അകത്തേക്ക് വന്നാൽ കുറച്ച് മദ്യമൊഴിക്കാം എന്ന് സുസ്മിത പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു, ഒരുത്തനവിടെ അകത്ത് കിടക്കുമ്പോൾ നിങ്ങളിവിടെ മദ്യം സേവിച്ച് കിടക്കുവാണോ അല്ലേ? വിനാശക്കാരെ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ അവന്റെ കാര്യം. അനുസരണയില്ല, പിന്നെ എടുത്തുചാട്ടം. ആ എടുത്തുചാട്ടം ഇപ്പോൾ അവനെ അതിൽ കിടത്തിയിരിക്കുന്നത് എന്ന് സുസ്മിത പറയുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നു, അപ്പോൾ എങ്ങനെയാ അവൻ അവിടെ കിടക്കട്ടെ എന്നാണോ അതോ ഒരു കച്ചിത്തുരുമ്പും കൂടി അവന് കൊടുക്കണോ? ബോസിന്റെ ഒരു തീരുമാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത്. ഭാവി തന്ത്രങ്ങൾ മറിയാൻ ഇത്രയും ക്രിമിനൽ ബുദ്ധിയുള്ള ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ മറ്റൊരാളില്ലല്ലോ. ഇരിക്കട്ടെ, ചന്ദ്രബോസ് പറയുന്നു, അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ, ക്രിമിനൽ മൈൻഡുള്ള ജോത്സ്യൻ. എടി, ഞാൻ ആലോചിക്കുന്നത് അവനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാലും പിടിച്ച് അവനെ ഇറക്കിയിട്ട് നമുക്ക് എന്ത് ഗുണമാ ഉള്ളത്? അവനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലല്ലോ. ഇനി അല്ലെങ്കിൽ തന്നെ അവിടെ പഴയതുപോലെ ഒരു ബിസിനസ്സും നടക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ ഒരു പാഴ്ചെലവ്? കിടക്കട്ടെ കുറച്ചു നാൾ അകത്ത്, കുറച്ച് മര്യാദയെങ്കിലും പഠിക്കും. ഇത് കേട്ട് ഉപേന്ദ്രൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ആ വീട് വിട്ട് എനിക്ക് എൻ്റെ കാശ് വേണം. കോടികൾ മറിഞ്ഞതിൻ്റെ ക്ഷീണം എനിക്ക് മലേഷ്യയിൽ എൻ്റെ ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും പറയുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. പിന്നെ എന്തിനാ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ആ വീട് ലേലത്തിൽ പിടിച്ചെടുത്തത്? നഷ്ടപ്പെടുത്താനാണെങ്കിൽ സ്വന്തമാക്കേണ്ട കാര്യം എന്തായിരുന്നു? പിന്നെ നിങ്ങൾ ബോധപൂർവം മറന്നുപോയ ഒരു കാര്യമുണ്ട്, അവന്റെ പേരിലാണ് ആ വീടും സ്ഥലവും. സുസ്മിത പറയുന്നു, വെറും ഒരു മുദ്രപേപ്പറിൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചെഴുതി തരാമെന്ന് പറഞ്ഞുകൊണ്ട് തയ്യാറാക്കിയ ഒരു കടലാസ് കഷ്ണം മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അതിന്റെ വില അതിലൊട്ടിച്ച റവന്യൂ സ്റ്റാമ്പിൽ തീർന്നു. ഇനി ആലോചിക്കുക, അവനെ രക്ഷപ്പെടുത്തണോ നഷ്ടപ്പെടുത്തണോ എന്ന്. അവനെ ഇപ്പോൾ നമ്മൾ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ, മുതല കണ്ണീരൊഴിപ്പിച്ച് അവനെ നമ്മൾ രക്ഷകരായി എത്തിയില്ലെങ്കിൽ അവൻ തിരിയും, നല്ല ഭംഗിയായി തിരിയും. ACP എന്ന അധികാരം ഉപയോഗിച്ച് അങ്ങനെ ഒരു പേപ്പറിൽ നമ്മൾ ബലമായി ഒപ്പിടിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കാവ്യെടുത്ത് വല്ല കാശിക്കോ കാണാൻ പോവേണ്ടി വരും. ഭജന പാടാൻ പാടാൻ വല്ല വശമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നു, ഏയ്, ആ ഭാഗത്തേക്ക് അടുക്കാൻ ഒരു രക്ഷയുമില്ല. ഇപ്പോൾ ഇവൻ തിരിഞ്ഞാൽ എല്ലാവരും കൂടി നമ്മുടെ കഴുത്തിന് പിടിക്കും. അതുകൊണ്ട് അവനെ കറിവേപ്പില പോലെ എടുത്ത് കളയുന്ന കാര്യം വ്യക്തമായും ശക്തമായും ആലോചിച്ചിട്ട് മാത്രം ചെയ്യണം. കാരണം അവനെ കക്ഷത്തിൽ നമ്മൾ നമ്മുടെ 3 തലയും കൊണ്ട് വെച്ചിരിക്കുകയാണ്. ആലോചിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഈ പട്ടിക്ക് തീറ്റ കൊടുക്കാതെ കൂട് തുറന്നിട്ടാൽ പട്ടി പുറത്ത് ചാടും. തീറ്റയ്ക്ക് വേണ്ടി അലയും, ചിലപ്പോൾ പേ പിടിക്കും. പിന്നെ നമുക്കതിനെ വെടിവെച്ച് കൊല്ലേണ്ട അവസ്ഥ വരും. അതിനേക്കാൾ നല്ലത് എന്തെങ്കിലും അതിന് കൊടുക്കുന്നതല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്നിട്ട് വിചാരിക്ക് രോഹിത്തിനെ രക്ഷിക്കണോ വേണ്ടയോ എന്ന്. ശേഷം രോഹിത്തിനെ കാണിക്കുന്നു. രോഹിത്താണെങ്കിൽ ലോക്കപ്പിൽ കിടക്കുകയാണ്. തുടർന്ന് വിഷ്ണുവും സത്യഭാമയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ അവർ വന്നിരിക്കുന്നത് രോഹിത്തിനെ പുറത്തിറക്കാനായിട്ടല്ലായിരുന്നു. അവരുടെ പണം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ പരാതി പറയാനായിരുന്നു. രോഹിത്ത് ജയിലിൽ കിടക്കുന്ന കാര്യം അവർ അറിഞ്ഞില്ലായിരുന്നു. ഉണ്ടായ കാര്യം എല്ലാം തന്നെ സത്യഭാമയും വിഷ്ണുവും കൂടി SIയെ അറിയിച്ചു. ഇതിനു മുമ്പ് അവരെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ആ പ്രദേശത്ത് എവിടെയെങ്കിലും പണമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണോ അവർ വന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ SI ചോദിക്കുമ്പോൾ സത്യഭാമ പറയുന്നു, ഇല്ല, കണ്ട് പരിചയമില്ല. ഞങ്ങളെ ഉപദ്രവിക്കാൻ നേരം ആ ബാഗിലെ പണം അവർ കണ്ടു, തറയിൽ വീണപ്പോൾ. അപ്പോഴാണ് അവർ പണം എടുത്തത് പോലും. സംശയിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ ആരുമില്ലെന്ന് വിഷ്ണു. അവർ വല്ല ഭീഷണിയോ കൊലവിളിയോ അങ്ങനെ വല്ലതും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുന്നു. സാധാരണ അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടേ അവർ പോകൂ. അത് നമ്മൾ കേസിനൊന്നും പോകാതിരിക്കാനാണ് എന്നും SI പറയുന്നു. വീട് വിടണമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഇതിലും വലുതുണ്ടാവുമെന്നും പറഞ്ഞു. ഇരിക്കട്ടെ, SI പറയുന്നു, ഹൗസ് ഓണറുമായിട്ട് നിങ്ങൾ എങ്ങനെയാ? വാടക കറക്റ്റ് തന്നെയല്ലേ? ഹൗസ് ഓണറുമായിട്ട് നമ്മൾ നല്ല ബന്ധമാണ്. ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് അവർക്ക് അറിയത്തുപോലുമില്ല. ഈ വന്നിരിക്കുന്നവർ അദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് എന്ന് വിഷ്ണു. പിന്നെ എന്തിനാണ് അവരങ്ങനെ പറഞ്ഞത് എന്നൊരു സംശയം ഉണ്ടായേക്കാം. ആ ഒരു കാരണം പറഞ്ഞൊരു ആക്രമണമായിരിക്കും അവർ ഉദ്ദേശിച്ചത്. എന്തായാലും ഞങ്ങൾ അന്വേഷിക്കാം. അവരെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടുവാണെങ്കിൽ, എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ ഞങ്ങളെ അറിയിക്കാം. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നു. അവർ പോകുമ്പോഴാണ് ശ്യാമ അവിടെ നിൽക്കുന്നത് വിഷ്ണു കാണുന്നത്. ശ്യാമ അവരെയും കാണുന്നു, സത്യഭാമയും കാണുന്നു. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് വിഷ്ണു. അത് പിന്നെ
രോഹിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജാമ്യത്തിന്റെ കാര്യത്തിൽ എന്നെയാണ് വിളിച്ചത്. കള്ളച്ചാരായം ഉണ്ടാക്കിയതിനല്ലേ നല്ലൊരു തുക കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും. ഉണ്ടോ കയ്യിൽ എത്രയും പണം? എന്നെ വിഷ്ണു പറയുമ്പോൾ സത്യഭാമ പറയുന്നു, അവൻ ഇതും ഇതിനപ്പുറവും അനുഭവിക്കണം. ഞങ്ങളുടെ കുടുംബം തകർത്ത ദുഷ്ടനാണ് അവൻ. വിഷ്ണു, എനിക്ക് അവനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് സത്യഭാമ രോഹിത്തിനെ കാണാൻ പോകുന്നു. ശ്യാമയും പോകുന്നു. അകത്തേക്ക് കയറിയ ശേഷം സത്യഭാമ നോക്കുമ്പോൾ ലോക്കപ്പിൽ കിടക്കുകയാണ് രോഹിത്. സത്യഭാമയെ കണ്ടപാടെ രോഹിത് കുറച്ച് മാറി നിൽക്കുന്നുണ്ട്, തിരിഞ്ഞു നിൽക്കുന്നു. എടാ, നീ എത്ര അകന്നു നിന്നാലും എത്ര ഒളിച്ചു നിന്നാലും എൻ്റെ ശാപത്തിന്റെ തീച്ചൂളയിൽ നിന്നും നിനക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലടാ. ഇപ്പോൾ നീ അനുഭവിക്കുന്നതിനും ഇനി നീ അനുഭവിക്കാൻ കിടക്കുന്നതിനും ഒരു പരിഹാരവുമില്ല ഒരിക്കലും. എല്ലാം നീയായിട്ട് വാങ്ങിക്കൂടിയ കാര്യങ്ങളാണ്. നിന്റെ പിടിപ്പുകേട് കൊണ്ടുണ്ടാക്കിയ നഷ്ടങ്ങൾക്ക് ഒരു പരിഹാരവുമില്ലടാ. എൻ്റെ വീട് നശിപ്പിച്ചതിന്, അവിടെ പട്ടച്ചാരായം ഒരുക്കിയതിന് ഇടയ്ക്ക് നിനക്ക് ദൈവം തന്ന ശിക്ഷയാണ്. നീ അനുഭവിക്കേ. ഞങ്ങൾ ഒഴുക്കിയ കണ്ണുനീരിന് നിന്റെ കണ്ണുനീര് കൊണ്ട് നീ പ്രായശ്ചിത്തം ചെയ്യടാ. ഇല്ലെങ്കിൽ അടുത്ത ജന്മവും നിനക്ക് സ്വസ്ഥത കിട്ടില്ല. ഇത്രയും പറഞ്ഞ് സത്യഭാമ പോകുന്നില്ല. പിന്നെ ശ്യാമയൊന്ന് നോക്കിയിട്ടാണ് സത്യഭാമ അവിടെ നിന്ന് പോയത്. ശ്യാമ രോഹിത്തിനോട് പറയുന്നു, രോഹിത്തെ കേട്ടില്ലേ, ഇനി അങ്ങോട്ട് അനുഭവിക്കാനുള്ള ശാപവാക്കുകൾ തന്നിട്ടാണ് സത്യമ്മ പോയിരിക്കുന്നത്. ചെയ്തു വെച്ചിരിക്കുന്ന നന്മകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയാ പോരാ. എവിടെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ? ഉപഗ്രഹങ്ങളെ പോലെ ചുറ്റിക്കൊണ്ട് നടന്നവരെയൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ. എന്റെ എല്ലാവരും കൈവിട്ടോ? അകപ്പെട്ടു പോയാൽ ഇങ്ങനെയാണ്, പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല. നിങ്ങൾ എൻ്റെ കഴുത്തിൽ കെട്ടിയ താലിക്ക് പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നിങ്ങളെ മുൻനിർത്തി നമ്മുടെ കുടുംബം നശിപ്പിച്ചവരെ അവസരം നോക്കി നിൽക്കുകയാണ്. അവർക്ക് ബുദ്ധിയുണ്ട്. ഇനി നിന്നാൽ അപകടമാണെന്ന് അവർക്കറിയാം. കേസിനും കൂട്ടത്തിനുമായിട്ട് അവർക്ക് ഒരാളെ എറിഞ്ഞു കൊടുക്കണമായിരുന്നു. അതിന് അവർ തിരഞ്ഞെടുത്തത് നിങ്ങളെയായിരുന്നു. അവർ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ നടന്നപ്പോൾ അവർ നിങ്ങളെ വിട്ടുപോയി. രോഹിത്തെ, ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. രോഹിത്തിൻ്റെ നന്മയല്ല അവർ ആഗ്രഹിക്കുന്നത്. രോഹിത്തിനെ കൂടെ നിർത്തി സത്യാമ്മയുടെ കുടുംബം നശിപ്പിക്കാനായിരുന്നു അവരുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് അവർ കൂടെ നടന്നതും കൂട്ടത്തിൽ കൂട്ടിയതും. ഇനി എത്ര വഴക്ക് പറഞ്ഞാലും തല്ലി ഓടിച്ചാലും എനിക്ക് നിങ്ങളെ കൈവിടാൻ കഴിയില്ലല്ലോ. ജാമ്യത്തിൽ ഇറക്കാനാണെങ്കിലും എനിക്ക് എൻ്റെ കയ്യിൽ കാശില്ല. അതും ഞാൻ ആരോടെങ്കിലും തെണ്ടാം. കുറേ നാൾ ഒന്നിച്ചു കഴിഞ്ഞതല്ലേ. മറ്റുള്ളവർ ഉപേക്ഷിച്ചു പോകുന്നത് പോലെ എനിക്കങ്ങനെ പോവാൻ കഴിയില്ലല്ലോ. ഈ സമയം എസ് ഐ വന്ന് ശ്യാമയോട് പറയുന്നു, അതെ, വക്കീലിനെ കണ്ട് നാളെ ജാമ്യത്തിനുള്ള ഏർപ്പാടുകൾ നോക്കിക്കോളും. ജാമ്യം കിട്ടാവുന്ന രീതിയിൽ കാര്യം നീക്കാം. വലിയ ഉപകാരമെന്ന് ശ്യാമ പറയുന്നുണ്ട്. അവരവിടെ നിന്ന് പോയി. രോഹിത്തെ, എന്നെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യാം. പക്ഷേ പുറത്തിറങ്ങിയാൽ ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഒരു മനുഷ്യനായി ജീവിക്കാൻ നോക്ക്. രോഹിത്തെ, ഒരിക്കലും ഞാൻ രോഹിത്തിനെ ചതിക്കാൻ വേണ്ടിയിട്ടല്ല പപ്പിയുടെ കാര്യം മറച്ചു വെച്ചത്. അത് ഇനിയെങ്കിലും രോഹിത്ത് ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കരയുകയാണ് ശ്യാമ. ഈ സമയം ശ്യാമയെ ഉപദ്രവിച്ച ആ ഒരു സംഭവങ്ങളൊക്കെ രോഹിത്ത് ഓർക്കുകയും കുറ്റബോധത്താൽ ഇങ്ങനെ നീറുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് സുബൈറിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് നസീർ. മാമ എന്തിനാ പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞത് എന്ന് നസീർ ചോദിക്കുന്നു. ആ കാശ് വെക്കുകയെന്ന് സുബൈർ. ഏത് കാശ് എന്ന് നസീർ ചോദിക്കുമ്പോൾ സുബൈർ പറയുന്നു, നിനക്കറിയില്ലേ, രാഘവൻ നായരെ അടിച്ചിട്ടിട്ട് സത്യാമ്മയുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് ആ 10 ലക്ഷം രൂപ ഒരു നയാ പൈസ കുറയാതെ നീ ഇപ്പോൾ വെക്കണം ഇവിടെ എന്ന് സുബൈർക്ക് പറയുന്നുണ്ട്. നൂറാണ് ഇതൊക്കെ അച്ഛനോട് വാപ്പയോട് പറഞ്ഞു കൊടുത്തത്. നോക്കണ്ട, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വാപ്പച്ചിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് നൂറ് പറയുന്നു. ആ പാവങ്ങൾ അച്ഛനെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ കാശാണത്. എനിക്കറിയില്ല മാമ ഈ കാശിനെ കുറിച്ച്. വല്ലവരുടെയും കാശ് വല്ലവരും എടുത്തതിനെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നസീർ പറയുന്നു. ആ കാശ് നീയാണ് എടുത്തത് എന്നറിയാവുന്നത് ഞങ്ങൾ 2 പേർക്കാണ്. ചെവി അറിയാതെ ആ കാശ് കൊണ്ടുപോയി കൊടുത്ത് പ്രശ്നം സോൾവ് ചെയ്യണം. അതല്ല കൊടുക്കാൻ ഒരു താല്പര്യമില്ലാതെ അവരെ ദ്രോഹിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നിനക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നത് ഞാനും എൻ്റെ മോളും ആയിരിക്കും. അത് കേട്ട് നസീർ അവിടെ കാലുമേൽ കാല് കയറ്റി ഇരുന്നിട്ട് പറയുന്നു, അത് ശരി, അപ്പോൾ മാമ കൽപ്പിച്ചു കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? മാമക്ക് എന്നെക്കാളും എൻ്റെ ഉമ്മയെക്കാളും അവരാണോ വലുത്? ആര് വലുത് ആര് ചെറുത് എന്നതല്ല, നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. എനിക്ക് വിശ്വാസവഞ്ചന കാണിക്കാൻ കഴിയില്ല നസീറെ. എന്നെ വിശ്വസിക്കുന്നവരെ ചതിക്കാനും കഴിയില്ല. നീ പണം എടുത്തിട്ടുണ്ടെന്ന് നിനക്കും ഞങ്ങൾക്കും അറിയാം. ആ പണം തിരിച്ചു കൊടുക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല നിന്റെ മുന്നിൽ. ഇനിയും നീ ആ പണം കൊടുക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാവുന്നില്ലെങ്കിൽ നിനക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനേ എനിക്ക് കഴിയൂ. അവസാനമായി ഒരിക്കൽ കൂടി നിന്നോട് ചോദിക്കാണ്, ആ പണം നീ അവർക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? മാമ എവിടുന്നോ വന്ന ഒരു ബന്ധമില്ലാത്ത അവർക്ക് വേണ്ടി എനിക്കെതിരെ മാമ കേസ് കൊടുക്കുമോ എന്നെ നസീർ ചോദിക്കുമ്പോൾ സുബൈർ പറയുന്നു, നീ നന്നാവണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ പരാതി കൊടുക്കും. ഒരു ബന്ധമില്ലാത്ത എവിടുന്ന് വന്ന അവർക്ക് വേണ്ടി നിങ്ങൾ എനിക്കെതിരെ തിരിയുമെങ്കിൽ എനിക്കതൊന്ന് കാണണം. എന്താ എനിക്കെതിരെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ചെയ്ത് കാണിക്കുകയെന്ന് നസീർ പറയുന്നു, അതും ദേഷ്യത്തോടെ തന്നെ. എന്നെ ഒറ്റാനാണ് ശ്രമമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സുബൈർ പറയുന്നു, നീ നന്നാവണമെങ്കിൽ പോലീസിന്റെ നല്ല ഇടി കിട്ടണം. ഇല്ലെങ്കിൽ നാടിനും വീടിനും നാട്ടുകാർക്കും വെറുക്കപ്പെട്ടവനായി നീ മാറും.
അപ്പോൾ ഒരു ശല്യമായി നീ മാറും. നാട്ടുകാരെ കൂട്ടം ചേർന്ന് നിന്നെ തല്ലിക്കൊല്ലുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ സുബൈറിനെ ഒരൊറ്റ തള്ളുകയാണ് നസീർ. അദ്ദേഹം അവിടെ പോയി ഇടിക്കുന്നുണ്ട്. തല പോയി അവിടെ ഇടിച്ചു. വാപ്പച്ചി എന്ന് പറഞ്ഞ് നൂറ് സുബൈറിനെ പിടിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ താഴെ കിടക്കുന്നു. എൻ്റെ ഉമ്മയുടെ ആങ്ങളയായി പോയി, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളെ തീർത്തേനേന്ന് നസീർ. ഇനി എനിക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയാൽ ആ ബന്ധം ഞാൻ മറന്നു കളയും, തീർത്ത് കളയും നിങ്ങളെ ഞാൻ എന്നൊക്കെ നസീർ പറയുന്നു. സുബൈർക്കയുടെ തല അവിടെ ചെന്ന് തട്ടുകയും ബ്ലഡ് വരികയും ചെയ്യുന്നുണ്ട്. എൻ്റെ വാപ്പച്ചി നീ കൊന്നോടാ എന്ന് നൂറ് ചോദിക്കുന്നു. വാപ്പച്ചി മാത്രമല്ല, അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ നിനക്കും ഇത് തന്നെയായിരിക്കും വിധി എന്ന് പറഞ്ഞ് നൂറിന്റെ മുടിക്ക് പിടിക്കുകയാണ് നസീർ. വേണ്ടടാ, എൻ്റെ മോളെ ഒന്നും ചെയ്യരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, നീ പറയുന്നത് കേൾക്കാം, എൻ്റെ മോളെ ഒന്നും ചെയ്യരുത് എന്ന് സുബൈർക്ക. അങ്ങനെ വഴിക്ക് വാ. കുളിമുറിയിൽ കുളിക്കാൻ പോയപ്പോൾ മാമ ഒന്ന് കാല് വെഴുതി വീണു. അതായിരിക്കണം ഇവിടെ സംഭവിച്ചത്, അല്ലാതെ മറ്റെന്തെങ്കിലും പറയാനാണ് വാപ്പച്ചിയുടെയും പുന്നാരുടെ മോളുടെയും വിചാരമെങ്കിൽ ദേ അവിടെ നടന്നത് ഓർമ്മയുണ്ടല്ലോ, അതിനപ്പുറം ഇവിടെ നടക്കും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നസീർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നസീറിന്റെ തനി സ്വഭാവം കണ്ടിരിക്കുകയാണ് സുബൈർക്ക. വാപ്പച്ചി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാൻ, നന്നായി ചോര വരുന്നുണ്ടെന്ന് പറയുന്നു. വേണ്ട മോളെ, അവൻ കാണിച്ചു കൂട്ടിയതൊക്കെ കണ്ടില്ലേ, ഭ്രാന്തനാണ്, അവൻ എന്തും ചെയ്യും. എനിക്ക് വയ്യ മോളെ, നിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. ഇവനെ പോലെ ഒരുത്തനെയാണല്ലോ നിനക്ക് ഞാൻ തുണിയായി കണ്ടത്, അവനെ സൂക്ഷിക്കണം, അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് സുബൈർക്ക ഇങ്ങനെ ബോധം കെട്ട് വീഴുന്നുണ്ട്. വാപ്പച്ചി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് നൂറ്. തുടർന്ന് ശാരദാമ്മയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ശാലിനി. ഓട്ടോയിൽ പോയവരെ കാറിലാണോ തിരിച്ചു വരുന്നത് എന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നു. കുട്ടികളുമായി വന്നു. വിഷ്ണു എവിടെയെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവേട്ടനും സത്യാമ്മയും കൂടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ പോയിരിക്കുകയാണെന്ന് ശാലിനി പറയുന്നു. കാര്യം തിരക്കുന്നുണ്ട് ശാരദാമ്മ. നടന്ന കാര്യങ്ങൾ ശാലിനി ശാരദാമ്മയോട് പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.